രാജ്യത്തിന്റെ രാഷ്ട്രീയ അന്തരീക്ഷം വീണ്ടും ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്ന വോട്ടർ അധികാർ യാത്ര രാഷ്ട്രീയ ലോകത്ത് വലിയ തരംഗങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വോട്ട് ചേരി നടന്നുകൊണ്ടിരിക്കുകയാണെന്ന ആരോപണവുമായി രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടത്തിയ യാത്രയിൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ച പ്രസ്താവനകൾ ജനങ്ങൾക്കിടയിൽ വ്യാപകമായി ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പിന്റെ അണിയറ ഒരുക്കങ്ങൾക്കിടയിൽ വോട്ടർ പട്ടികയിൽ നടക്കുന്ന ക്രമക്കേടുകളെയും തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനത്തെക്കുറിച്ചും അദ്ദേഹം തുറന്നടിച്ച പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഗ്രാമങ്ങളിലും പട്ടണങ്ങളിലും വലിയ ജനക്കൂട്ടങ്ങൾ അദ്ദേഹത്തിന്റെ യാത്രയെ വരവേൽക്കുന്നുണ്ട്. ഇതിലൂടെ ജനങ്ങൾക്കിടയിൽ ഒരുവിധ രാഷ്ട്രീയ ഉണർവും ആശങ്കയും ഒരുപോലെയാണ് വളർന്നുവെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. രാഹുലിന്റെ യാത്രയ്ക്ക് പിന്നാലെ BJPക്കുള്ളിൽ ആശങ്കയും ചർച്ചകളും ശക്തമായി തുടങ്ങിയിരിക്കുകയാണ്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തന്നെ വിഷയത്തിൽ നേരിട്ട് ഇടപെടേണ്ട സാഹചര്യം ഉണ്ടായത് കാര്യത്തിന്റെ ഗൗരവം തെളിയിക്കുന്നുണ്ട്. അദ്ദേഹം തന്റെ ഔദ്യോഗിക വസതിയിൽ പ്രത്യേക യോഗം വിളിച്ച് ബീഹാറിലെ നേതാക്കളുമായി ചേർന്ന് പ്രതിപക്ഷത്തിന്റെ പ്രചരണങ്ങൾ എങ്ങനെ നേരിടണമെന്ന കാര്യത്തിൽ വിശദമായ ചർച്ച നടത്തിയിരിക്കുകയാണ്. യോഗത്തിൽ സംസ്ഥാന തലത്തിലെ വിവിധ നേതാക്കൾ പങ്കെടുത്തപ്പോൾ രാഹുലിന്റെ പ്രചരണം ജനങ്ങളിലേക്ക് ഉണ്ടാക്കിയ സ്വാധീനം BJP വിലയിരുത്തുകയും ചെയ്തു. പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾ ശരിയല്ലെങ്കിലും അത് പൊതുജന മനസ്സിൽ സംശയവും ആശയക്കുഴപ്പവും വിതയ്ക്കുന്നുണ്ടെന്ന് പാർട്ടി വിലയിരുത്തുകയായിരുന്നു. യോഗത്തിൽ പങ്കെടുക്കുന്നവർ വിലയിരുത്തിയത് വോട്ടർ പട്ടിക സംബന്ധിച്ച വിഷയങ്ങൾ സാധാരണ ജനങ്ങൾക്കിടയിൽ ഏറെ സെൻസിറ്റീവ് ആണെന്നാണ്. ഒരു വോട്ടറുടെ പേര് പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയോ അക്രമാസക്തമായ ഇടപെടലുകൾ നടക്കുന്നതായോ പ്രചാരം ഉണ്ടാവുകയോ ചെയ്താൽ അത് പൊതുജനങ്ങളുടെ മനസ്സിനെ നേരിട്ട് ബാധിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ രാഹുലിന്റെ യാത്രയിൽ ഉയർന്ന ആരോപണങ്ങൾ ജനങ്ങളിൽ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ ഇടയായതായി അവർ വിലയിരുത്തുകയാണ്. വോട്ട് ജനാധിപത്യത്തിന്റെ അടിസ്ഥാനമാണെന്നും അത് തന്നെ മോഷണം പോകുന്നു എന്ന രീതിയിൽ ജനങ്ങൾക്കിടയിൽ സംശയം വിതയ്ക്കുന്ന പ്രചരണം ശക്തമായ രാഷ്ട്രീയ ആയുധമാക്കി മാറുമെന്നും യോഗത്തിൽ ചൂണ്ടിക്കാട്ടുകയാണ്. രാഹുലിന്റെ യാത്രയെ തുടർന്ന് BJP എടുത്ത പ്രധാന തീരുമാനം മറുപ്രചരണവുമായി ഉടൻ തന്നെ ജനങ്ങളിലേക്ക് ഇറങ്ങുക എന്നതാണ്. സംസ്ഥാനത്തുടനീളം മണ്ഡലം തോറും പ്രത്യേക പരിപാടികൾ സംഘടിപ്പിക്കാൻ നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇതിലൂടെ പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങളെ പൊളിച്ചെഴുതുകയും ഭരണഘടനാപരമായ രീതിയിലാണ് വോട്ടർ പട്ടിക പരിശോധനകൾ നടക്കുന്നതെന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുകയും ചെയ്യാനാണ് തീരുമാനം. കേന്ദ്ര നേതൃത്വം നവംബർ 20 വരെ പ്രചരണം നടത്തേണ്ടി വരുമെന്ന് സംസ്ഥാന നേതാക്കളെ അറിയിക്കുകയും സംസ്ഥാന പ്രസിഡന്റ് ദിലീപ് ജയ്സ്വാൾ ഇതിന്റെ വിശദാംശങ്ങൾ പൊതുവിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. BJP കേന്ദ്ര നേതൃത്വത്തിൽ നിന്ന് ലഭിച്ച മറ്റൊരു നിർദ്ദേശം സംസ്ഥാന വ്യാപകമായി മാധ്യമങ്ങളെ സംഘടിപ്പിക്കാനും വാർത്താ സമ്മേളനങ്ങൾ, കോർണർ മീറ്റിംഗുകൾ, പ്രവർത്തകരുടെ കൂട്ടായ്മകൾ തുടങ്ങിയ സജീവമാക്കാനുമാണ്. ഇതിനായി 98 അംഗങ്ങൾ അടങ്ങിയ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. അവർ മണ്ഡലങ്ങളിൽ ഉടനീളം സഞ്ചരിച്ച് പാർട്ടിയുടെ വിശദീകരണവും വിശദാംശങ്ങളും നൽകും. വോട്ടർ പട്ടികയിലെ പരിശോധന ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണെന്നും ഇതിനെ രാഷ്ട്രീയ ലാഭത്തിനായി പ്രതിപക്ഷം വളച്ചൊടിക്കുകയാണെന്നും അവർ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യും. പ്രതിപക്ഷം ഉയർത്തുന്ന ആരോപണങ്ങൾക്കെതിരെ BJP ഉപയോഗിക്കുന്ന മറ്റൊരു പ്രധാന ആയുധം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കുടുംബത്തെ സംബന്ധിച്ച വിവാദ പ്രസ്താവനകളാണ്. രാഹുലിന്റെ യാത്രയിൽ പങ്കെടുത്താൽ ചിലർ മോദിയുടെ അമ്മയെ അപമാനിച്ചുവെന്ന ആരോപണം BJP വീണ്ടും സജീവമാക്കുകയാണ്. ജനങ്ങളുടെ വികാരത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രസ്താവനകളെ BJP ശക്തമായി പ്രചരിപ്പിച്ച് പ്രതിപക്ഷത്തെ പ്രതിരോധത്തിലാക്കാനാണ് ശ്രമിക്കുന്നത്. ഇതിലൂടെ വോട്ട് ചോരി പ്രചരണത്തിന്റെ ഗൗരവം കുറച്ച് പ്രതിപക്ഷത്തിന്റെ നിലപാടുകളെ സംശയാസ്പദമാക്കാനാണ് പാർട്ടിയുടെ ശ്രമം. യോഗത്തിൽ പങ്കെടുത്തവർ വിലയിരുത്തിയത് ബീഹാർ തിരഞ്ഞെടുപ്പ് BJPക്ക് രാഷ്ട്രീയപരമായി ഏറെ നിർണായകമാണെന്നാണ്. 243 അംഗങ്ങളുള്ള നിയമസഭയിൽ NDAക്ക് നിലവിൽ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും പ്രതിപക്ഷം ശക്തമായി മുന്നേറുന്ന സാഹചര്യത്തിൽ വോട്ട് ചോരി പോലുള്ള പ്രചരണം ജനങ്ങളുടെ അഭിപ്രായത്തെ ബാധിക്കുമെന്നാണ് ആശങ്ക. നിലവിലെ സ്ഥിതിവിവര കണക്കുകൾ പ്രകാരം NDAക്ക് 131 അംഗങ്ങളുണ്ട്. BJPക്ക് 80ഉം JDUവിന് 45ഉം HMSന് 4ഉം 2 സ്വതന്ത്ര അംഗങ്ങളുടെ പിന്തുണയുമുണ്ട്. അതേസമയം പ്രതിപക്ഷ ഇന്ത്യ ബ്ലോക്കിന് 111 അംഗങ്ങളുണ്ട്. RJDക്ക് 77ഉം കോൺഗ്രസിന് 19ഉം CPMLന് 11ഉം CPMനും CPIക്കും 2 അംഗങ്ങൾ വീതമുണ്ട്. ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത് NDAക്ക് ഭൂരിപക്ഷം ഉണ്ടെങ്കിലും പ്രതിപക്ഷത്തിന് വലിയൊരു അടിത്തറ നിലനിൽക്കുന്നുണ്ട് എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ വോട്ട് ചോരി പോലുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ വൻ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. രാഹുലിന്റെ യാത്ര രാജ്യതലത്തിൽ വലിയ വാർത്തയായതോടെ ബീഹാറിലെ രാഷ്ട്രീയ ചർച്ചകളിൽ അതിന്റെ പ്രതിഫലനവും വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ഗ്രാമീണ മേഖലയിലും നഗരപ്രദേശങ്ങളിലും വോട്ടർ പട്ടികയിൽ നടക്കുന്ന ക്രമക്കേടുകളെക്കുറിച്ച് ആളുകൾ തമ്മിൽ ചർച്ചകൾ തുടങ്ങുകയും തെരഞ്ഞെടുപ്പിൽ സ്വന്തം വോട്ട് നഷ്ടപ്പെടുമോ എന്ന ഭയം അവരിൽ വളർത്തുകയും ചെയ്തിട്ടുണ്ട്. BJP നേതൃത്വത്തിന്റെ വിലയിരുത്തൽ പ്രകാരം ഇത്തരം സാഹചര്യങ്ങളിൽ നേരിട്ട് ജനങ്ങളിലേക്ക് ഇറങ്ങി അവരുമായി ആശയവിനിമയം നടത്തുന്നതാണ് മികച്ച തന്ത്രം. സോഷ്യൽ മീഡിയയിലും പൊതുയോഗങ്ങളിലും ശക്തമായ പ്രചരണം നടത്തി പ്രതിപക്ഷം നടത്തുന്ന ആരോപണങ്ങൾക്കുള്ള മറുപടി പൊതുജനങ്ങൾക്കിടയിൽ എത്തിക്കണമെന്നാണ് തീരുമാനം. ഇതിനായി കേന്ദ്ര നേതാക്കളും സംസ്ഥാന നേതാക്കളും ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടി വരും. അമിത്ഷാ തന്നെ ബീഹാറിൽ നേരിട്ട് കൂടുതൽ സമയം ചെലവഴിക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. ഇതിനിടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിട്ടുമില്ല. എന്നാൽ ഒക്ടോബർ അല്ലെങ്കിൽ നവംബർ മാസങ്ങളിലായിരിക്കും തിരഞ്ഞെടുപ്പ് നടക്കുക.
അതുകൊണ്ട് തന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ അന്തരീക്ഷം തന്നെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ തുടക്കമാണെന്ന് തന്നെ പറയാം. പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുപോലെ വോട്ട് ചോരി വിഷയത്തെ രാഷ്ട്രീയ ആയുധമാക്കി ജനങ്ങളിലേക്ക് പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ്. അടുത്ത ദിവസങ്ങളിൽ ഇരുപക്ഷവും നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ചിത്രത്തെ പൂർണ്ണമായും മാറ്റിമറിക്കാൻ സാധ്യതയുണ്ട്. ബീഹാറിലെ രാഷ്ട്രീയ രംഗം ഏറെക്കുറെ സമവാക്യങ്ങളിൽ അടഞ്ഞു കിടക്കുമ്പോൾ വോട്ട് ചോരി ആരോപണത്തിന്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഈ പ്രചരണ യുദ്ധം തെരഞ്ഞെടുപ്പിന്റെ അന്തിമ ഫലം വരെ വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്. പ്രതിപക്ഷം ജനങ്ങളുടെ ഇടയിൽ സംശയം വിതയ്ക്കുന്ന തരത്തിലുള്ള പ്രചരണം നടത്തുമ്പോൾ BJP അത് ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഒരേ സമയം പൊതുജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയ വിരക്തിയും ഭരണകൂടത്തെക്കുറിച്ചുള്ള അവിശ്വാസം വളർത്താൻ ഇടയാക്കുമെന്ന് ചില രാഷ്ട്രീയ നിരീക്ഷകർ മുന്നറിയിപ്പ് നൽകുകയാണ്.